അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. വഅൻ അബീ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിമ്മാ അദ്റകൻ നാസു മിൻ കലാമിൻ നുബുവ്വത്തിൽ ഊല ഇദ് ലം തസ്തഹി ഫസ്ന മാ ശിഅത. റവാഹു അൽ ബുഖാരി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട 40 ഹദീസുകളിലെ 20ാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ അബീ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. പഴയകാല പഴമക്കാരൊക്കെ പറയാറുണ്ട്, വാലില്ലാത്ത കന്നാലിക്ക് എന്താണ് കൊതുക് എന്ന്, അല്ലെങ്കിൽ ചെള്ള് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ അതിന് ഇനി അതിൻ്റെ പുറത്ത് എന്ത് വന്നിരുന്നാലും ആട്ടാൻ വേണ്ടി അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് വാല്. അത് പോയി കഴിഞ്ഞു. ഇന്ന് സമൂഹത്തിനിടയിൽ ഈ വാല് നഷ്ടപ്പെട്ട ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. മനുഷ്യനെ സംസ്കരിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചു വെച്ച ഒരു ഫിൽറ്ററാണ് ലജ്ജ, നാണം എന്നുള്ളതൊക്കെ. പല നാട്ടിലും അതിന് പല പേരുകളാണ് പറയാം. ഇന്ന് ആ വികാരം ഊരിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വീടിൻ്റെ ജനലും വാതിലും ഒക്കെ എങ്ങനെയാണോ അതുപോലെയുള്ള ആ ഒരു പ്രതിരോധ മാർഗം തകർക്കപ്പെടുന്നത് കൊണ്ട് മണിയറയിൽ ചെയ്യേണ്ടത് മുഴുവൻ അണിയറയിൽ ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ലജ്ജയില്ല. ബാപ്പിയും ഉമ്മയും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന് കാണുകയും കേൾക്കുകയും അല്ലെങ്കിൽ ദർശിക്കുകയും ചെയ്യുന്ന പലതും ലജ്ജാകരമായി തോന്നിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിന് ചില അടുക്കും ചിട്ടകളൊക്കെ ഒന്നുണ്ടായിരുന്നു. ഇന്ന് സകലമാന സീമകളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു ജീവിത യാത്രയിലൂടെയാണുള്ളത്. ലജ്ജ, നാണം എന്ന് പറയുന്നത് 2 രൂപത്തിലുണ്ട്. ഒന്ന് സഹജമായി കിട്ടുന്നതും, അതാണ് ഏകദേശം പ്രായപൂർത്തിയായി വളർന്നു വരുന്നതിനനുസരിച്ചുണ്ടാകുന്ന വിവേകത്തോടൊപ്പം ഉണ്ടാകുന്ന കാര്യങ്ങൾ. ഉദാഹരണമായി നഗ്നതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒരു കാലഘട്ടത്തിൽ വസ്ത്രം ധരിക്കാതെ നടന്നിരുന്ന ചെറുപ്രായത്തിൽ നിന്ന് വസ്ത്രം ധരിക്കണം എന്നൊരു ബോധം ഉണ്ടായത് അതിൻ്റെ ഭാഗമായിട്ടാണ്. മറ്റൊന്ന് ആർജിതമായത്, പരിശീലിച്ചെടുക്കുന്നത്, മറ്റുള്ളവരുടെ കൂടെ നടന്നും അറിവും ബുദ്ധിയും തൻ്റെ ഇടവും ഒക്കെ എത്തുമ്പോഴും കിട്ടുന്നത്. എന്നാൽ ഇത് രണ്ടും ഇല്ലാത്ത കുറേ മനുഷ്യന്മാരെ കാണാൻ പറ്റും. ഉളുപ്പ്, നാണം, മാനം എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് തൊട്ട് തീണ്ടിയിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ ജീവിക്കുന്ന ഒരവസ്ഥ എങ്ങനെ സംജാതമായി എന്ന് ചോദിച്ചാൽ ഈ വികാരം പലതിനും അടിമപ്പെട്ടുകൊണ്ട് ഇല്ലാതെയായിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരമൊരു ജീർണതയിലേക്ക് മനുഷ്യൻ ആപതിക്കാനുള്ള കാരണം പാരമ്പര്യമായി കിട്ടിയിരുന്ന ഈ ഒരു ശീലം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു ഹദീസാണ് ഞാൻ നേരെ കേൾപ്പിച്ചത്. ഇന്നമാ അദ്റകൻ നാസു, മനുഷ്യന്മാരൊക്കെ കണ്ടെത്തിയിരുന്ന, മനസ്സിലാക്കിയിരുന്ന, ശീലിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. മിൻ കലാമിൻ നുബുവ്വത്തിൽ ഊല, പൂർവികമായ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിൽ നിന്ന്, വചനങ്ങളിൽ നിന്ന്. അത് ഒന്നിങ്ങനെയാണ്, ഇത് ലം തസ്തഹി ഫസ്ന മാ ശിഅത. നിനക്ക് ലജ്ജയില്ലെങ്കിൽ, നാണം ഇല്ലെങ്കിൽ നീ നിന്റെ ഇഷ്ടം പോലെയൊക്കെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ ചെയ്യും, ആരാ ചോദിക്കാൻ? ഇങ്ങനെ ചെയ്യും, ആരാ ചോദിക്കാൻ? ആരാ തട? അത് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ താല്പര്യമാണ് എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം ആ ലജ്ജ മറ്റുള്ളവർ കേട്ടാൽ, മറ്റുള്ളവർ അറിഞ്ഞാൽ, മറ്റുള്ളവർ കണ്ടാൽ എന്തായിരിക്കും തന്നെ പറ്റി വിചാരിക്കുക എന്ന് ജനിതകമായി സഹജമായി ഉത്ഭവിക്കേണ്ടുന്ന ആ ഒരു ലജ്ജാശീലം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ആർക്കും എന്തും എങ്ങനെയും എവിടെയും വെച്ച് ചെയ്യാം എന്നുള്ള ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചു ചെന്നെത്തും. അത്തരമൊരു അധപ്പതന കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു പ്രതിരോധ മാർഗം ഓയിൽ ഫിൽറ്റർ പോലെ, എയർ ഫിൽറ്റർ പോലെ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് ലജ്ജ എന്നുള്ളത്. അള്ളാഹു ലജ്ജയുള്ളവരായി
അവനവൻ്റെ ധാർമ്മിക നിഷ്ഠ പാലിക്കുന്നിടത്ത് അതൊരു പ്രതിരോധ മാർഗമായി സ്വീകരിക്കുവാനും അതുവഴി മനുഷ്യർക്കിടയിൽ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാനുമൊക്കെ ഉപകരിക്കാവുന്ന രൂപത്തിൽ ഈമാനികമായ കരുത്തും കഴിവും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ ദൗർബല്യങ്ങളിൽ നിന്നും തെറ്റുകുറ്റങ്ങളിൽ നിന്നും അള്ളാഹു ഇരു ലോകത്തും അവ പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്യമുള്ള ആളുകൾ, രോഗികളായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രായാധിക്യവും പ്രയാസവുമുള്ള ആളുകളുടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുത്ത് അവനവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താക്കത്തും ആഫിയത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈമാനുള്ളവരായി ജീവിപ്പിക്കാനും മരണം വരെ ആ ഈമാനും തഖ്വയും ഒക്കെ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും മാറ്റിവെച്ച് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞുകൊണ്ട് കണ്ണടച്ചു മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൻ്റെ റിസ്ഖിൻ്റെ മഈശത്തിൻ്റെ മേഖലകളിൽ അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി നമ്മയും നമ്മുടെ കുടുംബാദികളെയും അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖുകളും ഷുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.